കേവലം 1.5 മാസത്തെ ഭരണം കൊണ്ട് കേരളം നാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ ചിലർ പറയും അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന്. ശരി, ഞങ്ങൾ അത് പറയുന്നില്ല. പക്ഷെ തലസ്ഥാനത്തെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി ശ്രീ തിയേറ്റർ എല്ലാവർക്കും അറിയാലോ. അവിടെ ഇന്നിപ്പോ ഒരു സിനിമ കാണാൻ പോയ ആളുടെ അനുഭവം നിങ്ങൾ കേൾക്കണം. തിയേറ്ററിൽ കയറിയതിനു ശേഷം പുറത്തിറങ്ങി സർക്കാർ തിയേറ്ററുകളുടെ അവസ്ഥ 2 മാസം കൊണ്ട് എങ്ങനെയായി എന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ പ്രതികരണം ഒന്ന് കേട്ടെ. കൈരളി തിയേറ്റർ കോംപ്ലക്സിൽ വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ തിയേറ്ററാണ്. ജോജു ജോർജിന്റെ വരവ് കാണാൻ വന്നതാണ്. നമ്മുടെ ഷാജി കൈലാസിന്റെ തിരിച്ചു വരവൂടെ ആവണം എന്ന പ്രതീക്ഷയോടെയാണ് കാണാൻ പോകുന്നത്. വന്ന് കയറിയപ്പോൾ സർക്കാരിന്റെ തിയേറ്ററാണ്. ഞാനിപ്പോൾ അടുത്തിങ്ങനെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലാണ്. അസഹനീയമായ നാറ്റ്. ഇതൊക്കെ ആരുടെ ക്ലീൻ ചെയ്യണം? ഇത് ടോയ്ലറ്റ് മാത്രമല്ല, ഞാൻ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയതാണ്. കംപ്ലീറ്റ് പോപ്കോണുകൾ ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ കയ്യിലാണ് കണ്ട. യാവനോ സമോസയും തേങ്ങയൊക്കെ തിന്നിട്ട് പോയി വേസ്റ്റൊക്കെ ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് ക്ലീൻ ചെയ്യാനുള്ളത്? ഇതൊന്നും കഴിഞ്ഞ സർക്കാരിനെ ഇനി കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളാണ് ഭരിക്കുന്നത്. വല്ലതൊക്കെ ചെയ്യണം. ഇതിപ്പോ ഈ 2.5-3 മാസത്തെ ഈ പരുവാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തരാവും? നോക്കാനും പറിക്കാനും ആളില്ലെങ്കിൽ. അപ്പൊ എന്തായാലും സിനിമ കണ്ട 6 മണിക്ക് സിനിമ തുടങ്ങും. ഇനിയിപ്പോ 5 മിനിറ്റ് കൂടെ ഉള്ളു. ക്യാരറ്റ് ഇത് കണ്ടപ്പോ പറയണമെന്ന് തോന്നി. കഷ്ടം തന്നെ. 2 മാസമായപ്പോൾ നാറി തുടങ്ങി. സർക്കാർ തിയേറ്ററുകളുടെ അവസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തിയേറ്റർ സംവിധാനത്തിലുണ്ടായ മാറ്റം എന്താണ്? കേരളത്തിൽ കൊറോണ കാലത്ത് തകർന്നു പോയ സിനിമാ മേഖലയും അതിനുശേഷമുണ്ടായ തിയേറ്റർ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സിനിമാ മേഖലയെ ഈ സർക്കാരിന്റെ ഇടപെടലിലൂടെ തിരിച്ചു കൊണ്ടുവന്നതാണ്. തിയേറ്ററുകൾ ഉൾപ്പെടെ നവീകരിക്കപ്പെട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവിടെ സിനിമ കാണാൻ വരുന്ന ജനങ്ങൾക്ക് ഒരു അനുഭവമായിരുന്നു തിയേറ്റർ സംവിധാനം. അതിൽ കൈരളിയും ശ്രീയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ടോയ്ലറ്റ് ക്ലീനിങ് പോലും ഇല്ല. പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത സ്മെല്ലായി എത്ര. അതിന്റെ അർത്ഥം എന്താണ്? ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്താൻ ആരെങ്കിലും വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതി, സൗകര്യമുള്ളവൻ വന്ന് കണ്ടാ മതി എന്ന മനോഭാവത്തിലേക്ക് പൊടുന്നനെ കേരളത്തിന്റെ സംവിധാനങ്ങൾ മാറിയത് എന്തുകൊണ്ടായിരിക്കും? ഇന്നലകളിൽ ഇതൊക്കെ കൃത്യമായി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഓരോരുത്തരും അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചിരിക്കണം എന്നൊരു അലിഖിതമായ നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ അതെല്ലാം തകർന്ന് ഓരോ മേഖലയായിട്ട് നശിച്ചു തുടങ്ങിയതിന്റെ തെളിവാണ് കൈരളി ശ്രീ തിയേറ്ററിൽ പോയ ഒരു വ്യക്തി ജോജു ജോർജിന്റെ സിനിമ കാണാൻ ചെന്ന് കയറിയതിനു ശേഷം സർക്കാർ തിയേറ്ററിന് 2 മാസത്തിനകം ഈ ഗതി വന്നല്ലോ എന്ന തരത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ വെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? കഴിഞ്ഞ സർക്കാരാണോ? അല്ല, അത് 2 മാസത്തിനിടയിൽ അധികാരത്തിലേക്ക് വന്നവരുടെ കഴിവുകേടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.